ഇന്ന് ഈ മറിയം ഭൂമിയിലെ രാജ്ഞി മാത്രമല്ല, മറിച്ച് കത്തോലിക്ക സങ്കല്പത്തിലെ അവരുടെ സ്വർഗത്തിലെ രാജ്ഞിയും ദൈവമാതാവുമാണ്. ഇത് ബൈബിൾ വിരുദ്ധമായ കത്തോലിക്ക പാരമ്പര്യങ്ങളിലൂടെ ദൈവവിരുദ്ധമായി നിർമ്മിച്ചെടുത്ത സ്വർഗസങ്കല്പമാണ്. ഇതുപോലെ തന്നെ ദൈവവിരുദ്ധവും ബൈബിൾ വിരുദ്ധവുമാണ് ഇസ്ലാമിക സ്വർഗസങ്കല്പങ്ങളും. ഇസ്ലാമിക സ്വർഗസങ്കല്പത്തിൽ സ്ത്രീകളുടെ സജീവ സാന്നിധ്യമുള്ളതായി കാണുന്നു. എന്നാൽ സ്വർഗത്തിൽ എല്ലാവരും ദൂതന്മാരെ പോലെയാണെന്നും ദൂതന്മാർ പുരുഷന്മാരോട് സാമ്യമുള്ളതും പുരുഷനാമമുള്ളവരുമാണ് എന്നാണ് ബൈബിളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. സ്ത്രീകളായ ദൂതന്മാർ ബൈബിളിലില്ല. ഇതേപ്പറ്റി മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അവർ ആകും എന്നാണ് അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്നാണ്. അപ്പോൾ വിശ്വാസികൾ, അത് സ്ത്രീകളാണെങ്കിലും പുരുഷരാണെങ്കിലും, കർത്താവിൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. മാത്രമല്ല റോമാലേഖനം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ ദൈവപുത്രന്മാരുടെ വെളിപ്പാടാണ്. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ദൈവമക്കളായി തീർന്നവർ ദൈവപുത്രന്മാരായാണ് വെളിപ്പെടുവാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ സ്വർഗത്തിൽ എല്ലാവരും യേശുവിനെ പോലെ ആയിത്തീരും, ദൈവപുത്രന്മാരെ പോലെ ആയിത്തീരും എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുന്നത്, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. അതുപോലെ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. അപ്പോൾ സ്വർഗത്തിൽ എല്ലാവർക്കും പുതിയ ശരീരവും പുതിയ പേരും ലഭിക്കും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നാം കാണുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. അതിനാൽ തെറ്റായ സ്വർഗസങ്കല്പങ്ങളെയും വ്യാമോഹങ്ങളെയും ഉപേക്ഷിച്ച് സ്വർഗത്തിൽ ദൈവസാന്നിധ്യത്തിനായി മാത്രം ആഗ്രഹിച്ച് സുബോധമുള്ളവരായിരിക്കാൻ ശ്രമിക്കുക.